ഹലോ ഫ്രണ്ട്സ്, ഒരു ചിന്ന ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്നെൻ്റെ ഒരു മോർണിംഗ് റൊട്ടീൻ കണ്ടാലോ? ഇന്നത്തെ എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? ഇന്നത്തെ ദിവസത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡലിയും സാമ്പാറും. അപ്പം സാമ്പാർ ബാക്കിയല്ല, മലക്കറിയൊന്നുമില്ല, പ്രത്യേകിച്ചും വെണ്ടയ്ക്കയില്ല. ഇന്നലെ ആണെങ്കിൽ 50 രൂപയുടെ ഒരു മലക്കറി കിറ്റ് വാങ്ങിയതാണ്. പക്ഷേ അതിൽ വെണ്ടയ്ക്കയില്ല, ഒരുപാട് സാധനങ്ങൾ മിസ്സിംഗ് ആണ്. എന്നാലും നമുക്ക് ഉള്ളത് കൊണ്ട് ഒരു സാമ്പാർ തട്ടിക്കൂട്ടാം. അപ്പോൾ നമ്മൾ ഇഡലി ഉണ്ടാക്കണം. ഇഡലി കുക്കറിലാണ് വെക്കുന്നത്, അഥവാ പെട്ടെന്നാവും. ഒറ്റ സ്റ്റെപ്പിന് തന്നെ നമുക്ക് ആവശ്യമുള്ള ഇഡലി കിട്ടും. അപ്പം എന്തൊക്കെയാണ്, ഇഡലി തട്ടെടുത്തു, എണ്ണയൊക്കെ തടവി, അടുത്തത് കുക്കറിൽ സെറ്റ് ചെയ്തിട്ട് മാവൊക്കെ ഒഴിച്ച് നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. ഇഡലി കൂട്ടം ഉണ്ട്, അതിലാണെങ്കിൽ ഒരു 2 വട്ടമെങ്കിലും വെക്കണം. ചെറിയ ഇഡലി കൂട്ടമാണേ, അപ്പോൾ 2 വട്ടം വെച്ചാലേ ഇഡലി സെറ്റായി കിട്ടുള്ളൂ. ഇതാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പിന് സകല കാര്യവും നടക്കും, പെട്ടെന്ന് ജോലിയാവും എല്ലാം. അപ്പോൾ എൻ്റെ ഗ്യാസ് തീർന്നുപോയി. അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് വേവിക്കാൻ വയ്ക്കുന്നത്. ഗ്യാസ് ഇന്ന് രാവിലെ തീർന്നതാണ്. ഇന്ന് രാവിലെ വെള്ളം തിളപ്പിക്കാൻ നോക്കിയപ്പം ഗ്യാസ് തീർന്നു. പിന്നെ ഇനിയുള്ളതൊക്കെ ഇൻഡക്ഷൻ കുക്കറിൽ വിറകടുപ്പിലോട്ട് സെറ്റ് ചെയ്യണം. സാമ്പാർ ഏതായാലും ഞാൻ അടുപ്പത്ത് വയ്ക്കാം, കാരണം വിറകുണ്ടേ, വിറക് ആവശ്യത്തിനുണ്ട്. അപ്പം അതിന് എന്തായാലും സാമ്പാർ അടുപ്പിൽ റെഡിയാവും. അപ്പോൾ കുറച്ച് സമയത്ത് വെന്താലും കുഴപ്പമില്ലല്ലോ. ഇപ്പോൾ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചാൽ അധികം കറണ്ടാവും. ഗ്യാസിൽ വെച്ചാൽ ഗ്യാസും ചിലവാകും. അപ്പോൾ സാമ്പാർ പോലെയുള്ള സാധനങ്ങൾ നമുക്ക് കൂടുതലും വിറകടുപ്പിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ കുക്കറുണ്ടല്ലോ, കുക്കറുണ്ട്, പ്രഷർ കുക്കറുണ്ടെങ്കിൽ നല്ല എളുപ്പമായിരിക്കും. എനിക്ക് പ്രഷർ കുക്കറില്ല, ഒരെണ്ണം ഉണ്ട്, അത് ഇത്തിരി വലുതാണ്, 5 ലിറ്ററിൻ്റെയാണ്. അപ്പോൾ അത് ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും ഞാൻ എടുക്കില്ല. അപ്പോൾ ഇതാ പരിപ്പ് ഇത് പെട്ടെന്ന് വേവുന്ന പരിപ്പാണ്, പക്ഷേ ഇത്തിരി പൊടിയൊക്കെ കൂടുതലായിരുന്നു. അപ്പോൾ 3-4 വെള്ളം കഴുകി ഇത് അടുപ്പിലാക്കി, സാമ്പാറും പരിപ്പൊക്കെ ഇട്ട് സാമ്പാറിനുള്ള മലക്കറി അടുപ്പിലാക്കി. ഇഡലി ഇവിടെ നിന്ന് റെഡി ആവണുണ്ട്. ഇഡലി എന്തായാലും ഇനിയിപ്പോൾ റെഡിയാവും. ഇഡലി പെട്ടെന്നാവും. മോൻ എഴുതിക്കുന്നതിന് മുമ്പ് എല്ലാം ചെയ്യാനാണ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് ആശാൻ എഴുതിച്ച് വന്നു. ഇനി കുറച്ച് സമയം അവൻ്റെ കൂടെ കിടന്ന് അവനെ കൊഞ്ചിച്ച് അവനെ കളിപ്പിച്ച് കിടക്കണം, ഇല്ലെങ്കിൽ അവന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഇനി എൻ്റെ പണികളൊന്നും നടക്കൂല. ഇതിപ്പോൾ അവ എഴുതിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഇഡലിയും ആയി, സാമ്പാറെല്ലാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചെയ്തു. ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം അവൻ സമ്മതിക്കില്ല. നല്ല ആവി പാർന്ന സാമ്പാറും നല്ല ഇഡലിയൊക്കെ സെറ്റായിട്ടുണ്ട്. എൻ്റെ പാത്രത്തിൽ വെച്ച് കഴിക്കാൻ എടുക്കുന്നതോടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ ഒരു 3 ഇഡലിയാണ് എടുക്കുന്നത്. ഇതിപ്പം ജസ്റ്റ് 3 ഇഡലി എടുത്തതേ ഉള്ളൂ. എനിക്കിഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും കഴിക്കും. എനിക്കിഷ്ടപ്പെട്ടു, ഞാൻ വീണ്ടും എടുത്ത് കഴിച്ചായിരുന്നു. കാരണം നല്ല ടേസ്റ്റായിരുന്നു. ഇഡലി സാമ്പാർ നല്ല കോമ്പിനേഷൻ അല്ലേ, നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷനുള്ള ഫുഡല്ലേ. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അടിപൊളിയാണ് ഇഡലി സാമ്പാറും. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.